ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നത്. അതായത് ഞാൻ ഹോസ്റ്റലിലാണെന്നല്ലോ, സോ എൻ്റെ തല കണ്ടാൽ മനസ്സിലാവുമ്പോഴൊക്കെ നോക്കുക, ഹെവി ഡാൻഡ്രഫാണ്. അപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് എങ്ങനെ റിമൂവ് ചെയ്യാം. മറ്റു ദിവസം കൊണ്ടൊന്നും പോകില്ല, എന്നാലും കുറച്ചായിട്ട് പോകും. അപ്പോൾ നമുക്കത് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ വേണം, കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ചെമ്പരത്തി പിന്നെ ചെമ്പരത്തിൻ്റെ ഇലയും. ഈ ഇല വലിക്കുന്ന സമയത്ത് നോക്കി വലിക്കണം. പുഴുവോ എല്ലാതൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയ ചെമ്പരത്തിൻ്റെ ഇല. മൈ മെൻ്റൽ ഹെൽത്ത് നൗ ഡേയ്സ് ബി ലൈക്ക് ഇങ്ങനെയാണ് ഗൈസ്. എല്ലാം ഭ്രാന്ത് പിടിച്ച പോലെ ഞാൻ കാണിക്കുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് പറയാം. പക്ഷെ എന്നാലും ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ നേരെ പോയിട്ട് കറ്റാർവാഴ വലിക്കണം. കറ്റാർവാഴേൻ്റെ ഒരു തണ്ടൊക്കെ മാക്സിമം എടുക്കാൻ നോക്കുക. അത് നല്ല ജെല്ലുള്ള തണ്ടൊക്കെ വേണം. ഇത് പിന്നെ ഈ സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതിലൊന്നും ഡസ്റ്റും ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നേരെ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് കൂടാതെ അതിൻ്റെ കൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് അരയ്ക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഈ സാധനം തേക്കുമ്പോൾ നമ്മുടെ തല ഫുള്ള് ഡ്രൈ ആകും. ആ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ അരച്ചെടുത്ത സംഭവം ഇങ്ങനെ തലയിൽ തേക്കണം ഗൈസ്. ഒറ്റയ്ക്ക് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാജിൻ്റെ സഹായം ഇപ്രാവശ്യം തേടിയിരിക്കുന്നു. ബിക്കോസ് മാതാജിക്ക് ഇന്ന് ലീവാണ്. എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണമല്ലോ. അപ്പോൾ അന്ന് അമ്മേനെ കൊണ്ടാണ് തലയിൽ തേപ്പിക്കുന്നത് ഗൈസ്. ഇതേപോലെ നന്നായി തേച്ച് കാണണം. ഗൈസ് കുളിച്ചിട്ട് വരാം. ഓക്കെ, കുളിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ പേട്ടിത്തല ഇങ്ങനെയാണ് കൈസ് ഉണ്ടായിരുന്നത്. അതായത് കണ്ടത് ഈ എണ്ണ വെച്ചതിൻ്റെ ഒരു ഗുണമാണ് മുടി ഡ്രൈ ആവാണ്ട് അങ്ങനെ ഓയിലി ആയിട്ട് നിൽക്കുന്നത്. അത് ഈ തേച്ചുകൊണ്ടൊരു ഗുണമാണ് കൈസ്. അപ്പോൾ ഓക്കെ, ബൈ. ഇത് അത്രേ ഉള്ളൂ.